ഹലോ മക്കളെ, നാളത്തെ പരീക്ഷയിൽ 5 മാർക്കിന് ഇതുപോലത്തെ ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിന്റെ ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം കൊടുക്കണമെന്ന് പഠിക്കണം. പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. നാളത്തെ പരീക്ഷയിൽ 5 മാർക്ക് നമുക്ക് ഉറപ്പാക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദ്യം വരാൻ പോകുന്നത്. പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ഏതെങ്കിലും ഒരാളുടെ പേര് പറയും. ഇവിടെ റോബർട്ട് ലീ ഫ്രോസ്റ്റ് ആണുള്ളത്. യൂസിങ് ദ ഗിവൺ ഡേറ്റ എന്ന് പറഞ്ഞാൽ കുറേ ഡീറ്റെയിൽസ് വരും. അത് വെച്ചിട്ട് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. ഇറ്റ് ഈസ് വെരി 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 സിമ്പിൾ. ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഇദ്ദേഹത്തിൻ്റെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. റോബർട്ട് ലീ ഫ്രോസ്റ്റ് ആണ്. റോബർട്ട് ലീ ഫ്രോസ്റ്റ് നമ്മുടെ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ആകെ ചെയ്യേണ്ടത് ഇവിടെ കൊടുക്കുന്ന ഓരോരോ ഇൻഫർമേഷനും നിങ്ങൾ ഇംഗ്ലീഷിലെ സെൻറ്റൻസുകളാക്കിയാൽ മതി. അത് കൃത്യമായിട്ട് ഇങ്ങനെ ആക്കണം എന്നുള്ള ഫോർമാറ്റ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ പണി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിലാക്കിയാലും മതി. പക്ഷെ എന്നാലും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയോ. അങ്ങനെയാണ് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏത് പ്രൊഫൈലും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നോക്കി ഇതെങ്ങനെയാക്കുക. റോബർട്ട് ലീ ഫ്രോസ്റ്റിൻ്റെ നെയിം റോബർട്ട് ലീ ഫ്രോസ്റ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് അവർ ഇൻഫർമേഷൻ തന്നുള്ളൂ. ഫസ്റ്റ് ഇൻഫർമേഷൻ വരാമെന്നത് രണ്ടാമത്തെയാണ്, വിച്ച് ഇസ് ബോൺ, എന്നാണ് ജനിച്ചത് എന്നുള്ള കാര്യം. 26 മാർച്ച് 1874 സ്ഥലവും കൊടുത്തിട്ടുണ്ട് അല്ലേ. അതങ്ങനെ നമ്മൾ സെന്റൻസ് ആക്കുക. വളരെ സിമ്പിൾ. റോബർട്ട് ലീ ഫ്രോസ്റ്റ് വാസ് ബോൺ ഓൺ ഇന്ന ഡേറ്റ് ഇന്ന സ്ഥലം. അത്രേ ഉള്ളൂ. സെന്റൻസ് ചോദിക്കാം. എന്താണ്, റോബർട്ട് ലീ ഫ്രോസ്റ്റ് വാസ് ബോൺ ഓൺ, ആ ഡേറ്റ് എന്താ വെച്ചാൽ കൊടുക്കുക. നിങ്ങളായിട്ട് ഓർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ അവിടെ തന്നോളൂ. ഇൻ സാൻ ഫ്രാൻസിസ്കോ ഇൻ USA അല്ലെ USA. പരിപാടി തീർന്നു. അടുത്ത എന്ത് ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്, ഓക്യുപ്പേഷൻ തന്നിട്ടുണ്ട്. പോയറ്റ് ആണ്, പ്ലേ റൈറ്റും ആണ്. ഇതിങ്ങനെ നമ്മൾ സെന്റൻസ് ആക്കുക. ഇത് ചിലരിങ്ങനെ ആക്കും, ഹിസ് ഓക്യുപ്പേഷൻ വാസ് പോയറ്റ് പ്ലേ റൈറ്റ് എന്നാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഓക്യുപ്പേഷൻ എന്നുള്ള വാക്കിനെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. എന്ത് പറഞ്ഞാൽ മതി, ഹി വാസ് എ പോയറ്റ് ആൻഡ് എ പ്ലേ റൈറ്റ് എന്ന് എഴുതി വെച്ചാൽ. ഹി വാസ് എന്ന് പറയുമ്പോൾ ഓക്യുപ്പേഷനോട് അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. ഹി ഈസ് എൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ഹി വാസ് എൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഓക്യുപ്പേഷൻ എഞ്ചിനീയർ എന്ന അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഹി വാസ് എ പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്യുപ്പേഷൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാവരും മനസ്സിലാക്കാം. അപ്പോൾ അത് സെറ്റ്. മേജർ വർക്ക്സ് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അയാൾ ചെയ്ത മെയിൻ ആയിട്ടുള്ള പണികൾ. അതെങ്ങനെയാണ് പറയുക, ഹിസ് മേജർ വർക്ക്സ് 6 എന്ന് പറയരുത്. കാരണം മിക്ക ആൾക്കാരും നമ്മൾ പ്രൊഫൈലിൽ വരുന്ന ആൾക്കാർ മരിച്ചുപോയ ആൾക്കാർ, മിക്ക ആൾക്കാരും, എല്ലാവരും അല്ല. അപ്പം അങ്ങനെ ഒരു 6 എന്ന് പറയരുത്. വേർ അല്ലെ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറയാം കേട്ടോ. 6 വേറ് വാസ് അങ്ങ് പരിപാടിയൊന്നും വേണ്ട. ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് എന്താണോ കൊടുത്ത് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ബോയ്സ് വില്ല്, നോർത്ത് ഓഫ് ബാസ്റ്റൺ, ഹോംബെറി എല്ലാം കൂടി എന്ത് ചെയ്യുക, ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങളാരും ഒന്നും ചെയ്യേണ്ട ആവശ്യം, വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. സിമ്പിൾ. ഓക്കെ. പിന്നെ അവാർഡ്സ്, കുറേ അവാർഡ്സ് ഒക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഹിസ് അവാർഡ്സ് വേർന്നോ ഹിസ് അവാർഡ്സ് ആരെന്ന് പറയരുത്. കാരണം ഇദ്ദേഹത്തിൻ്റെ അവാർഡ്സ് അല്ല ഇതൊന്നും. ഇദ്ദേഹത്തിന് ലഭിച്ച അവാർഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക, നമ്മൾ ഹി വാസ് അവാർഡഡ്, അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു അല്ലേ. ഹി വാസ് അവാർഡഡ് ദി പുലിറ്റ്സർ പ്രൈസ് ഫോർ പോയട്രി ആൻഡ് ദ കോൺഗ്രേഷണൽ ഗോൾഡ് മെഡൽ. അത് അവിടെ കൊടുത്തിട്ടുണ്ടാവും, നേരെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ഡൈഡ് ഡേറ്റും സ്ഥലവും കൊടുത്തിട്ടുണ്ട്. ഹി ഡൈഡ് ഓൺ എന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷെ നമ്മൾ കുറച്ചുകൂടി റെസ്പെക്റ്റോടു കൂടി നമ്മൾ ഇങ്ങനെ പറയാം, ഹി പാസ്ഡ് അവേ ഓൺ ഇന്ന ഡേറ്റ് ഇന്ന സ്ഥലം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒരു പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ എഴുതാൻ നിങ്ങൾ പഠിച്ചു. ആകെ ശ്രദ്ധിക്കേണ്ട ഫോർമാറ്റ്, ആളുടെ പേര് മുകളിൽ ഹെഡിങ് ആയിട്ട് കൊടുക്കുക, നടുവിൽ തന്നെ. പിന്നെ ആ ഇൻഫർമേഷൻ സെൻറ്റൻസുകളാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ എഴുതി കഴിയുമ്പോൾ ഒരു പെട്ടിയിലും കൂടി ആക്കാം. പെട്ടിയിലാക്കിയാൽ അത്ര കുഴപ്പമില്ല, എന്നാലും പെട്ടിയിലാക്കുകയാണ് അതിൻ്റെ കറക്റ്റ് രീതി. അപ്പോൾ ഈ രീതിയിൽ ഏത് പ്രൊഫൈൽ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരു പ്രൊഫൈലും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ പരീക്ഷയിൽ ഏത് വന്നാലും എഴുതാൻ പറ്റും. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോരോ സെൻറ്റൻസ് നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് സെൻറ്റൻസിലേക്ക് ആക്കുക എന്നുള്ള ഒന്ന് ആലോചിച്ചാൽ പരിപാടി സെറ്റായി. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്ന അതിൻ്റെ മാച്ച് ആവുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പം പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് ജെറോം ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നെയിം നമ്മൾ ഉപയോഗിക്കില്ല, നമ്മൾ ഉപയോഗിക്കുക എങ്ങനെയാണ്, ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് കൊടുത്തു. ജെറോം ക്ലാപ്ക ജെറോം എന്നുള്ള ഹെഡിങ് കൊടുത്തു. നോൺ ആസ് എന്താ പറയുക, ജെറോം ക്ലാപ്ക ജെറോം വാസ് നോൺ ആസ് ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് ഹ്യൂമറിസ്റ്റ് എഴുതി വെച്ചാൽ മതി. ജെറോം ബോൺ ഓൺ കൂടെ കൊടുത്തിട്ടുണ്ടോ, ബേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോൺ ആസ് എന്ന് ആദ്യം കൊടുത്തത്, ബേർത്ത് പിന്നെ കൊടുത്തത്. നിങ്ങൾ നോൺ ആസ് എന്നുള്ള ആദ്യം എഴുതിയിട്ട് പിന്നെ ബർത്ത് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ലോജിക്കലി നമ്മൾ ആദ്യം ബർത്ത് പറയുന്നതുകൊണ്ട് നമ്മൾ ബർത്ത് കൂടെ എഴുതിയാൽ മതി. അപ്പം ബർത്ത് ആദ്യം എഴുതി വെക്കണം നല്ലേ. അപ്പോൾ ബർത്ത് എന്നൊന്നും എഴുതണ്ട, നമ്മൾ എന്താ എഴുതുക, നമ്മൾ വാസ് ബോൺ ഓൺ അല്ലേ. വാസ് ബോൺ ഓൺ ഇവിടെ പറഞ്ഞ ഡേറ്റ് എന്ത് ചെയ്യുക, നേരെ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. 2 May 1859 ഇൻ വോൾസോൾ ഇംഗ്ലണ്ട് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇൻ വോൾസോൾ ഇംഗ്ലണ്ട്. പിന്നെന്താണ്,
വാസ് നോൺ. അപ്പം ഹി വാസ് നോൺ, അല്ലെ വീണ്ടും ജെറോം ജെറോം വാസ് നോൺ എന്ന് പറയേണ്ട ആവശ്യമില്ല. ആദ്യം ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച സ്ഥിതിക്ക് വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യം പേര് പറയേണ്ട ആവശ്യമില്ല. ഹി അല്ലെ ഷീ വെച്ചിട്ട് കൊടുത്താൽ ഇവിടെ ഹി ആയതുകൊണ്ട് ഹി വാസ് നോൺ ആസ് എൻ ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് ഹ്യൂമറിസ്റ്റ്. അപ്പം ഈ നോൺ ആസ് ആ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഓക്യുപേഷൻ എന്താ? ഹി വാസ് എ ഓതർ, പ്ലേ റൈറ്റ്, എഡിറ്റർ, അത്രേ ഉള്ളൂ. ഹിസ് ഓക്യുപേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് പറയും. ഹി വാസ് എൻ ഓതർ, പ്ലേ റൈറ്റ് ആൻഡ് എഡിറ്റർ, സിമ്പിൾ. നെക്സ്റ്റ് ആൽമ മാറ്റർ. ആൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എവിടെ പഠിച്ചു, ഏത് സ്കൂളിൽ അല്ലെങ്കിൽ ഏത് കോളേജ് പഠിച്ചു എന്നാണ്. അപ്പോൾ ഈ ആൽമ മാറ്റർ വാസ് ഇന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എന്ത് പറഞ്ഞാൽ മതി? ഹി സ്റ്റഡീഡ് അറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഹി സ്റ്റഡീഡ് അറ്റ് ഇന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് കോളേജും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ഗ്രാജുവേറ്റഡ് ഫ്രം ഇന്ന കോളേജിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ സ്റ്റഡീഡ് അറ്റ് സ്കൂളിൻ്റെ പേര് കൊടുക്കുക, ആൻഡ് ഗ്രാജുവേറ്റഡ് ഫ്രം എന്നാണ് കോളേജിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെന്താണുള്ളത്? മേജർ വർക്ക്സ് നമ്മൾ ഓൾറെഡി കണ്ടു. ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് എല്ലാ പേരും ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് എന്താണ്? ഡെത്ത് ആണുള്ളത്. ഡെത്ത് എന്ത് ചെയ്യുക? ഹി പാസ്റ്റ് അവേ, ഹി ഡൈഡ് എന്നോ ഹിസ് ഡെത്ത് വാസ് ഓൺ എന്നൊന്നും കൊടുക്കരുത്. ഹി പാസ്റ്റ് അവേ ഓൺ ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞ പരിപാടി തീർക്കാം. ഇത്രയേ ഉള്ളൂ പ്രൊഫൈൽ. എല്ലാം പിടിച്ചിട്ടൊരു പെട്ടിയിലിടാം. ഇത്രയും കാര്യം ചെയ്താൽ ആ 5 മാർക്ക് വെറുതെ അങ്ങോട്ട് പോകുന്നോളൂ. ഓക്കെ, 5 മാർക്ക് പ്രൊഫൈലിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാം. ഓൾസോ എക്സാമിനറിൻ്റെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് ഇനി വരുന്ന എക്സാംസിനൊക്കെ പഠിക്കണമെങ്കിൽ, പ്രോപ്പറായിട്ട് സയൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം പഠിക്കണമെങ്കിൽ താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളൂ. ഇപ്പോൾ ഓഫറൊക്കെ നമ്മുടെ ബാച്ചിൽ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എടുക്കാം, പരീക്ഷ പൊളിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.